ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി ഫിലിം സ്റ്റാർ ആമിർ ഖാൻ നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചു, പിന്നീടും വിവാഹം കഴിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹത്തിലുള്ള ഭാര്യ റീന ദത്ത, അവരും ആമിർ ഖാനും പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച്, പല വേദികളിലും വെച്ച്, പല ഫംഗ്ഷനും വെച്ച് കണ്ടുമുട്ടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായി, ഡിവോഴ്സായി, പിരിഞ്ഞു പോയതാണെങ്കിലും അവർക്ക് കുട്ടികൾ രണ്ടുപേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ ആമിർ ഖാൻ അവർക്ക് കൊടുക്കുന്ന ഒരു കെയർ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. വീഡിയോസിലൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ കാണുന്ന വീഡിയോസാണ് പലതും. അവര് പല സ്റ്റേജിൽ നിന്നും ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുമ്പോൾ ആമിർ ഖാൻ അവരെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർഡ് ടൈമിൽ, കാരണം അവരുടെ അച്ഛൻ മരിച്ച് ആ സമയത്ത് ആമിർ ഖാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അവർ പിരിഞ്ഞു കഴിഞ്ഞിട്ട്, ആമിർ ഖാനും വൈഫും പിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി. അത് കഴിഞ്ഞിട്ട് ആമിർ ഖാൻ വേറെ വിവാഹം കഴിച്ചു. ആ വൈഫുമായിട്ട് അദ്ദേഹം പിന്നീട് പിരിയുണ്ടായി. എന്നിട്ടും അവര് ആ ഒരു പഴയ ഒരു ഇതിന്റെ ഓർമ്മ, സ്നേഹത്തിന്റെ ഓർമ്മ ഒക്കെ കാണിക്കുന്ന പോലെ. അപ്പൊ നമുക്കത് കാണുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ആമിർ ഖാൻ അവരുടെ റീനാത്തയുടെ അച്ഛൻ മരിച്ച സമയത്ത് റീനാത്തയെ ആംബുലൻസിൽ ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത്, റീനാത്തയുടെ ഫാമിലി അമ്മേനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വളരെ സന്തോഷത്തോട് കണ്ടിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ, രണ്ട് ദമ്പതികൾ പിരിഞ്ഞു പോയിച്ചാലും പിന്നീടും അവരെ ഒന്നിച്ച് പല അവസരങ്ങളിലും അവർ അതൊക്കെ ക്ഷമിച്ച് ഒന്നിച്ച് കാണുന്നത് നമ്മൾ വളരെ സന്തോഷത്തോട് കാണുന്ന വീഡിയോസാണ്. പല സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ധനുഷിനെയും ഭാര്യയും അവരവരുടെ കുട്ടികളുടെ പ്രോഗ്രാമിനൊക്കെ സ്കൂളിൽ ഒരുമിച്ച് പോകുന്ന, അവർ പരസ്പരം ഡിവോഴ്സ് അയച്ചാലും അവർ പ്രോഗ്രാമുകൾക്കൊക്കെ ഒന്നിച്ചു പോകുന്ന ചില ഫോട്ടോസൊക്കെ ഇടയ്ക്ക് പുറത്തു വരും. അതേപോലെ തന്നെ വിജയ് യേശുദാസും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നിച്ച് കുട്ടികളുടെയൊക്കെ ഫംഗ്ഷന് പങ്കെടുക്കുന്ന ചില ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ സീരിയലിലൊക്കെ ഉള്ള വീണ അവരുടെ ഹസ്ബൻഡുമായിട്ട് അവര് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ എന്തോ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ, അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം അവര് പിരിഞ്ഞുപോയി, അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം അവർ പിരിഞ്ഞുപോയി. എന്നാലും അവർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ ആ ഒരു സമയം മാറ്റിവെച്ച് അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മറന്നിട്ട് ആ കുട്ടികളുടെ മുന്നിൽ അവർ സന്തോഷമായിട്ട് ഒരു ഫാമിലി എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിനെ നമ്മളെപ്പോഴും ഒരു സന്തോഷത്തോടു കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസം ദിയ കൃഷ്ണ പ്രസവിച്ചു. ഭയങ്കര വാർത്തയായിരുന്നു കേരളത്തിൽ. കാരണം ദിയ അത് ലൈവായിട്ടല്ല, അവരുടെ ചാനലിലൂടെ വീഡിയോ ആയിട്ട് ചെയ്തു ആ പ്രസവം. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്ന ഒരു പ്രസവമായിരുന്നു അത്. അവിടെ അവരുടെ സിസ്റ്റേഴ്സ്, ദിയയുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവരൊക്കെ ചേർന്ന് നിന്ന് ആ പ്രസവ സമയത്ത് കൂടെ നിന്ന് സപ്പോർട്ട് കൊടുത്തു. നമ്മളെല്ലാവരും അത് ഭയങ്കര ഒരു കണ്ണ് നിറഞ്ഞു കണ്ടവരാണ് മിക്കവരും. കാരണം ഒരു പെൺകുട്ടി അവരുടെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്റ്റേജിൽ അവരുടെ ഫാമിലി മുഴുവൻ ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. അങ്ങനെ അത് വളരെ ചാനലുകളും, നമ്മളെ ന്യൂസ് ചാനലുകളും, ടി-വിയിൽ വരുന്ന ന്യൂസ് ചാനലുകളും ഒക്കെ ഇത് മീഡിയ എല്ലാം അത് ആഘോഷമാക്കിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഒരു പ്രസവം എത്ര ബുദ്ധിമുട്ടുള്ളതാണ് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ അതിലൂടെ സാധിച്ചു എന്ന് പറഞ്ഞിട്ടും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി, അതൊക്കെ നമ്മൾ വളരെ ആഘോഷിച്ചൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർത്തത്, അവരുടെ ഫാമിലിയിൽ തന്നെയുള്ള വേറൊരു കുട്ടി, നമ്മൾ സാധാരണക്കാരുടെ പ്രസവം എന്ന് പറഞ്ഞാലും നമ്മളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരെങ്കിലും പുറത്തുണ്ടായിരിക്കും. ലേബർ റൂമിന്റെ പുറത്ത് കാത്തു നിൽക്കാൻ ഹസ്ബൻഡോ അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ അങ്ങനെ ആരെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒന്നുമില്ലാതെ അവരുടെ ഫാമിലിയിൽ തന്നെ ഒരു പെട്ട കുട്ടി എന്ന് വെച്ചാൽ സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ മോള് തൻവി സുധീർ ഘോഷ്, അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ തൻവി പ്രസവിച്ച ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡിനോട് ആ കുട്ടിയുടെ താല്പര്യം കാനഡയിൽ പോയി ജോലി ചെയ്യുക, പഠിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. കുറച്ച് വാശിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു. വളരെ നേരത്തെയായിരുന്നു വിവാഹം കഴിച്ചത്. ആ പെൺകുട്ടി കാനഡയ്ക്ക് പോയി. ആ സമയത്ത് ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഹസ്ബൻഡ് കൂടെ പോയില്ല. ആ കുട്ടി അവിടെ ചെന്നു, ഗർഭിണിയായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ബന്ധു, ഗ്രാൻഡ് മദറോ ആരോ ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലാൻ പറഞ്ഞിരുന്നു. പക്ഷെ ചില നിയമപരമായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങോട്ട് ചെല്ലാൻ സാധിച്ചില്ല. ഈ തൻവി പറഞ്ഞ കുട്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നു കാനഡയിൽ. പ്രസവകാലം മുഴുവൻ, ഗർഭകാലം മുഴുവൻ ആ കുട്ടി ഒറ്റയ്ക്കാണ് അവിടെ കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് തൻവി അവിടെ പ്രസവിച്ചു. അവരുടെ ബന്ധുക്കളോ ഭർത്താവോ അമ്മ അങ്ങനെ ആരും, അവരുടെ ഒറ്റ റിലേറ്റീവ്സും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവരുടെ 1-2 ഫ്രണ്ട്സാണ് തോന്നുന്നു അവരുടെ കൂടെ ആ പ്രസവത്തിന് നിന്നത്. പ്രസവം കഴിഞ്ഞു. ആ കുട്ടിയെ അവരൊറ്റയ്ക്ക് നോക്കേണ്ടി വന്നു. ആ പ്രസവത്തിന്റെ 10ാമത്തെ ദിവസം ആ കുട്ടിയെ ഡേ കെയറിലാക്കിയിട്ട് തൻവിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു വിഷമുള്ള സ്റ്റേജിലൂടെ ആ കുട്ടി ഒറ്റയ്ക്കാണ് പൊരുതി കടന്നുപോയത്. അത് കഴിഞ്ഞു. ഹസ്ബൻഡുമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
അവര് കുറെ കോംപ്രമൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം. എന്തായാലും 2-3 വർഷം കഴിഞ്ഞുപോയി. അവർക്ക് മോനായ ശേഷം 2-3 വർഷം കഴിഞ്ഞുപോയി. അത് കൊറോണ കാലമായിരുന്നു, ലോക്ക്ഡൌണിന്റെ സമയമായിരുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒന്നും പറ്റുന്ന സമയമായിരുന്നില്ല. എന്നാൽ പോലും അവർക്ക് ആരും ഇല്ലാതെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഹസ്ബൻഡുമായിട്ട് അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാലും അവരൊരു ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയതായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയതായിരുന്നു. പിന്നീട് അമ്മ വേറെ വിവാഹം കഴിച്ചു, അച്ഛനും വേറെ വിവാഹം കഴിച്ചു. അവർ അച്ഛൻ്റെ കൂടെ കുറേ കാലം താമസിച്ചു. പെട്ടെന്ന് അച്ഛൻ മരിച്ചുപോയി, അവരുടെ കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ അവർക്ക് തിരിച്ച് അമ്മയുടെ അടുത്ത് വരേണ്ടി വന്നു. പിന്നീട് അവർ കുറേ കാലത്തോളം അവരുടെ ഗ്രാൻഡ് പാരൻസ് ആണ് നോക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 18-20 വയസ്സുള്ള സമയത്താണ് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഈ വിവാഹം കഴിക്കുന്നതും. അപ്പോൾ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലിയുടെ, തകർന്നു പോയൊരു കുടുംബത്തിന്റെ വിഷമങ്ങൾ, അതിൽ വളരുന്ന കുട്ടികളുടെ വിഷമങ്ങൾ ഒക്കെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും, ഈ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ തൻവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അവരുടെ ഹസ്ബൻഡുമായിട്ട് വീണ്ടും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. എന്നിട്ട് അവര് മോനൊരു 3 വയസ്സുള്ള സമയത്ത് അവര് ഹസ്ബൻഡിനെ കാനഡയിലേക്ക് വരികയും അങ്ങനെ ഹസ്ബൻഡ് ആദ്യമായിട്ട് മോനെ കാണുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവർക്ക് ഒരുമിച്ച് പോകാൻ സാധിച്ചില്ല തോന്നുന്നു. അവർ തമ്മിൽ വീണ്ടും സെപ്പറേറ്റ് ആയി. അല്ലെങ്കിലും അവരൊരു ചെറിയ വിസിറ്റ് പറ്റുമോ എന്ന് നോക്കാനായിരിക്കാം ചെയ്തത്. പിന്നീട് തൻവി നാട്ടിൽ വന്നു. ആ സമയത്ത് നമ്മുടെ ദിയാകൃഷ്ണയുടെ കല്യാണമായിരുന്നു. ആ സമയത്ത് ആ വീട്ടിൽ എപ്പോഴും തൻവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ചാനലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു. ഈ KK ഫാമിലി എന്നുള്ള ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് തന്നെ അവരുടെ യൂട്യൂബ് ചാനൽ റീച്ചായി. അങ്ങനെ നമുക്കൊക്കെ പരിചയമുള്ള ആളായിട്ട് ഈ തൻവി മാറി. അവര് ഇവിടുന്ന് തിരിച്ചു പോയ സമയം ആവുമ്പോഴേക്കും അവരുടെ ചാനൽ നല്ല ഒരു ഗ്രോത്തിലെത്തിയിരുന്നു. അവരവിടെ പോയി മോനെയും കൊണ്ട് വീണ്ടും തിരിച്ചുപോയി. നല്ലൊരു മോനാണ്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ അവര് അവിടെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അവരവിടെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ ലൈഫിൽ അവരുടെ 2023 മുതൽ അവരുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതി അവരോട് വീണ്ടും നിങ്ങളൊന്ന് ഒരു മീഡിയേഷന് വേണ്ടി ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അതിന് തയ്യാറായി. അപ്പൊ അവരതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തു. സ്വന്തമായിട്ട് എടുക്കാവുന്ന തീരുമാനമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ തീരുമാനം അവർ സ്വന്തം തന്നെയാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മള് വ്യൂവേഴ്സ് പറഞ്ഞിട്ടൊന്നുമല്ല അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാലും അവർ വ്യൂവേഴ്സിനോട് വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. അപ്പൊ ഇതിനിടയിൽ ഒരുപാട് ആളുകൾ നിങ്ങൾ നല്ലോണം ആലോചിച്ച് എടുക്കണം കേട്ടോ, വീണ്ടും ആ ബന്ധത്തേക്ക് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവര് ആ ഒരു ബന്ധത്തേക്ക് പോകുമ്പോൾ വ്യൂവേഴ്സിനോട് അതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തത് എന്നൊക്കെ അവൾ വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ സാധാരണ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് വ്യൂവേഴ്സിന് വലിയ വിലയൊന്നുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു വെച്ചാൽ അവര് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്, ഞാൻ ഇങ്ങനെ പെയ്ഡായിട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ പോരെ എന്നൊക്കെ വളരെ ധാർഷ്ട്യത്തോടു കൂടെ മാറുന്നത്. പിന്നെ അവർക്ക് വ്യൂവേഴ്സിന് വലിയ വിലയൊന്നുമില്ല. മിക്കവരുടെ അവസ്ഥ അതാണ്. പിന്നെ നമ്മളൊരു നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഉടനെ ഡിലീറ്റ് ചെയ്യുക. നമ്മളെന്തെങ്കിലും അവരെ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് അവരെ മോശമായിട്ടെന്നല്ല, അവരുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ അവർക്കൊരു വ്യൂവേഴ്സ് പിന്നെ പുല്ല് വിലയാണ് അവർക്ക്. അവർ എന്തോ ജനിച്ചപ്പോഴേ അങ്ങ് യൂട്യൂബറായിട്ട് വന്നിട്ട് അവർ ഒരുപാട് സബ്സ്ക്രൈബറുള്ള, അവരുടെ കഴിവ് കൊണ്ട് ഉയർന്നു വന്ന അങ്ങനെയാണ് അവർ കിടന്നത്. യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ആരും ഉയർന്നു വരാം, ആർക്ക് വേണമെങ്കിലും ഉയർന്നു വരാവുന്നതേ ഉള്ളൂ. പക്ഷേ പിന്നീട് ഇവർ വലിയ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ, പിന്നെ അവർ യൂട്യൂബ് വ്യൂവേഴ്സിൻ്റെ അഭിപ്രായത്തിന് നമ്മളോട് ഇങ്ങനെ വളരെ ഷുഗർ കോട്ട് ചെയ്തിട്ട് പറയും, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷെ അവർക്കതൊരു കാരണം, കുറച്ചു പേര് അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അവർ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ ഈ തൻവി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കുട്ടിയാണ്. എനിക്ക് ആ കുട്ടിയെ വളരെ ഇഷ്ടമാണ്. അപ്പൊ ആ കുട്ടി അതിനെക്കുറിച്ച് വ്യൂവേഴ്സിനോട് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വീണ്ടും യോജിക്കാൻ തീരുമാനിച്ചു. ശരിയാവോ എന്ന് അറിയില്ല, എന്നാലും അത് യോജിച്ചു പോകുന്നതാണ് നല്ലത് തോന്നുന്നു. കാരണം മോനൊക്കെ വളർന്നു വരല്ലേ, മോൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം എന്ന്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടിയെ കൂട്ടാൻ ചെല്ലുമ്പോൾ മോൻ ചോദിക്കും, എല്ലാവരെയും കൂട്ടാൻ അവരുടെ ഫാദർ അല്ലേ വരുന്നത്, എന്നെ കൂട്ടാൻ എന്താ അച്ഛൻ വരാത്തത്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഈ കുട്ടി ഒരു കോംപ്രമൈസിന് തയ്യാറായി, അദ്ദേഹമായിട്ടൊരു നല്ല സംഭാഷണത്തിന് തയ്യാറായി, കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞ്. പിന്നെ അവരുടെ ആദ്യത്തെ കാലം, അവർ വിവാഹം കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ അവർ
ചെറിയ പ്രായമാണ്, 18-20 വയസ്സുള്ള കുട്ടി. പൊതുവെ ഒരു വാശി, വീട്ടുകാരോടൊക്കെ ഉള്ള വാശിക്ക് ഒരാളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു. പിന്നീടും ആ വാശിയൊക്കെ വിവാഹ ജീവിതത്തിലൊക്കെ കാണിക്കുന്നു. പക്ഷെ അവർ കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു പക്വത വരും. അപ്പോൾ അവർ കുറച്ചുകൂടെ നന്നായിട്ട് ചിന്തിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ്, ഈ ബന്ധം തകർന്നു പോവുകയാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. വീണ്ടും ഒന്നിക്കാം എന്നുള്ള തീരുമാനത്തേക്ക് എത്തി. അങ്ങനെ അതിനു വേണ്ടി അവർ വീണ്ടും കാണാൻ തയ്യാറായി. അവർ കണ്ടുമുട്ടി, അവർ വീണ്ടും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു എന്നുള്ള പോലെ അവരവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരൊന്നിച്ചുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യണ്ടായി. വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ കണ്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെയാണത്. നല്ലൊരു തീരുമാനമാണ്. ഞാൻ വിഭജികയുടെ വീഡിയോ ചെയ്ത സമയത്ത്, അതുല്യയുടെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ വികാര വിക്ഷോഭത്തോടുകൂടെ അവർക്ക് ആ ലൈഫ് ഉപേക്ഷിച്ചു പോരായിരുന്നല്ലോ, അവരെന്താണ് അങ്ങനെ ചെയ്തത്, അവർക്ക് തിരിച്ച് വീട്ടിൽ വരായിരുന്നില്ല, അവരുടെ പാരന്റ്സിന് പറയായിരുന്നില്ല തിരിച്ചു വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അതിന്റെ സാഹചര്യം വേറെയാണ്. ആ പെൺകുട്ടികൾ വിഭജിക്കുകയാണെങ്കിലും ഉത്രയാണെങ്കിലും വിസ്മയാണെങ്കിലും അതുല്യാണെങ്കിലും വിവാഹം തുടങ്ങിയത് മുതലേ അവർ ശാരീരികമായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ട് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന്. എന്നുവെച്ചാൽ അവരുടെ ജീവന് പോലും അപകടമുള്ള ഒരു ബന്ധമാണത്. അങ്ങനത്തെ ബന്ധത്തിൽ കുട്ടികൾ പൂർണ്ണമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ച് നിൽക്കണം ഒരിക്കലും പറയുന്ന ആളല്ല ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ പൊതുവെ ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തിൽ പെട്ടെന്നാണ് ഡിവോഴ്സ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ചെറിയ ചെറിയ വഴക്കിന് ഒക്കെ ഡിവോഴ്സ് എന്നുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവോഴ്സ് അത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളെ വീട്ടിൽ കുറേ കുട്ടികൾ ഉണ്ടായിരിക്കും, 7 പേര് 10 പേര് ഒക്കെ ആയിരിക്കും ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികൾ. അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. നമ്മൾ ഒരിക്കൽ മാത്രം പെണ്ണ് കണ്ട് പോയി പിന്നീട് വിവാഹത്തിന് മാത്രം കാണുന്ന ഒരാളെയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അയാളുടെ സ്വഭാവം പോലും എന്താ, അയാളുടെ സംസാര രീതി എന്താ, അയാൾ എങ്ങനത്തെ ആളാ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല പണ്ട് വിവാഹം കഴിക്കുന്നത്. എന്നിട്ടും ആ വിവാഹബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇത്രയൊന്നും ഡിവോഴ്സ് ഒന്നും ഇല്ലാതെ പോയിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികളുള്ള വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വന്നാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള വീടുകളുണ്ട്. ഭർത്താവ് ഉണ്ടിച്ചാൽ 4 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്നെങ്കിലും വിചാരിച്ചിട്ട് എത്രയോ അമ്മമാര്, എത്രയോ സ്ത്രീകൾ ഇവിടെ സഹിച്ച് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള വീടുകളായിരുന്നു അന്ന്. ഇന്നെന്ന് പറഞ്ഞാൽ 1-2 കുട്ടികളേ ഉള്ളൂ എല്ലാ വീട്ടിലും. അവരിപ്പോ ഒരു പ്രശ്നം വന്ന് ഒരു ഡിവോഴ്സ് വാങ്ങി തിരിച്ചു ചെന്നാലും അവരുടെ വീട്ടിലും അവർക്ക് ജീവിക്കാനുള്ള നല്ല സാഹചര്യം ഉണ്ട്. അവർക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥയൊന്നും മിക്ക വീടുകളിലും ഇല്ല. അപ്പൊ ഈ പെൺകുട്ടികൾ തീർച്ചയായിട്ടും അങ്ങനെ കഷ്ടപ്പെട്ടൊന്നും ഒരു ബന്ധം സഹിക്കാൻ തയ്യാറാവില്ല. പിന്നെ പണ്ടത്തെ പോലെയല്ല, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാ കുട്ടികൾക്കും ജോലിയുണ്ട്. അപ്പൊ പെൺകുട്ടികൾ പൂർണ്ണമായിട്ടും ഒരിക്കലും ഹസ്ബൻഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല. അവർക്ക് ആ ബന്ധം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വതന്ത്രമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാം എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരം ബന്ധങ്ങളിൽ നിൽക്കാൻ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറുകയാണ്. അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല ജീവിതം എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, നമ്മളൊരു വീട്ടിൽ വിവാഹം കഴിച്ചു വന്നു, അവിടെ അല്ലെങ്കിൽ അമ്മ അങ്ങനെയൊന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു, അതിനൊക്കെ നിസ്സാര കാരണങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്ന കുട്ടികളുണ്ട്. പിന്നീട് അവർ ചിലപ്പോൾ വീണ്ടും വിവാഹം കഴിക്കും. പക്ഷെ അതിൽ ചിലപ്പോൾ അവർക്ക് ആദ്യത്തെ ബന്ധത്തിനെക്കാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു തവണ അവർ ഡിവോഴ്സായി വന്നതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ബന്ധത്തിനെക്കാട്ടിലും കഷ്ടപ്പെട്ട് രണ്ടാമത്തെ ബന്ധം ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ ഇത്തരം തീരുമാനങ്ങളിലൊക്കെ എത്തുന്നതിന് മുൻപ് കുറച്ചുകൂടെ നന്നായിട്ട് ചിന്തിച്ച്, കുറച്ചുകൂടെ പക്വതയോടുകൂടെ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എപ്പോഴും തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു വിവാഹബന്ധം വേണ്ടാന്ന് വെക്കുമ്പോൾ അതിൽ കുട്ടികളുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചെറിയ പ്രായമായിരിക്കും, നമുക്ക് പിന്നീട് വിവാഹം കഴിക്കണം എന്നുണ്ടായിരിക്കും, അല്ലെങ്കിലും തന്നെ നമുക്ക് പിന്നീട് വിവാഹം കഴിക്കണം എന്നുണ്ട്, നമ്മൾ പിന്നെ ഒരു വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർക്ക് സ്വന്തം അച്ഛൻ്റെ കൂടെയല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ കൂടെയല്ല നിൽക്കുന്നത്, വേറൊരാളെ സഹിക്കേണ്ട അവസ്ഥ വരുന്ന കുട്ടികൾ. ചിലപ്പോൾ അവർക്ക് അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ കുട്ടികൾ ആ ഒരു ബന്ധത്തിൽ കടന്ന് അമ്മയുടെ 2ാം വിവാഹത്തിലോ അച്ഛൻ്റെ 2ാം വിവാഹത്തിലോ കിടന്നിട്ട് ആ കുട്ടികൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ബന്ധങ്ങളാണെങ്കിൽ പോവുമായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ച് നമ്മൾ ഒരുപാട് അപമാനം സഹിച്ച് ഒരുപാട് ഉപദ്രവം സഹിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ കുറച്ചൊക്കെ തിരിച്ചറിയുക,
കുറച്ചുകൂടെ ക്ഷമയോടുകൂടെ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ എപ്പോഴും പൊതുവെ വിവാഹബന്ധം തകർന്നു കഴിയുമ്പോൾ നമ്മൾ പുരുഷന്മാരെയാണ് എപ്പോഴും കുറ്റം പറയുക. അവർ ഭയങ്കര സാധനമായിരുന്നു, അവരങ്ങനെ ഉപദ്രവിച്ചു, അവർ സ്ത്രീധന പീഡനം നടത്തി, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞ് ഒരു ഡിവോഴ്സിക്ക് പോകുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ കുറെ പറയും. പിന്നെ പുരുഷന്മാർക്ക് നേരെ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അവരെ കൂടെ നിൽക്കാൻ പലപ്പോഴും ആരും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യമാണെങ്കിലും ഈ പെൺകുട്ടികളെ കുറിച്ച് വെറുതെ അനാവശ്യമായിട്ട് പറയും. പൊതുവെ കുറെ പാരൻസ് ഇടപെടും ഇവരുടെ ബന്ധത്തിൽ. കുറെ പാരൻസ് ആവശ്യമില്ലാതെ അവര് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒക്കെ ബന്ധങ്ങൾ തകർക്കാൻ കാരണമാവാറുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകുമ്പോൾ തന്നെ പാരൻസ് നീ എന്തിനാ അവളങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പെൺമക്കളോട് കൂടുതൽ സ്നേഹമുള്ള മാതാപിതാക്കള് നീ എന്തിനാണ് അവന്റെ കൂടെ സഹിച്ചിരിക്കണത്, നിനക്ക് ഇങ്ങോട്ട് പോകുന്നൂടെയെന്നും വെറുതെ ഇതിന്റെ ഇടയിൽ കിടന്ന് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാരൻസും ഉണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങൾ നേരിടേണ്ടതാണ്. നമ്മൾ പെട്ടെന്നൊരു ആവേശത്തിന് പോയിട്ട് ഡിവോഴ്സ് വാങ്ങുക ഒന്നും ചെയ്യരുതെന്ന്. ഇപ്പം ഈ തൻവിയുടെ കേസ് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും എത്ര നന്നായി അതെന്ന് അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വലിയ പ്രശ്നം, അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. എന്നാലും പിന്നെ ഇപ്പം തൻവി പറയുന്ന കാര്യമുണ്ട്, ഇപ്പം കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി, എൻ്റെ ഒരു സ്ട്രഗിൾ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. മോൻ ജനിച്ചു, മോൻ വളർന്നു, മോനൊരു പക്വതയുള്ള പ്രായമായി. കാരണം ആ കുട്ടി ആ മകൻ ഉണ്ടായ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം. കാരണം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് പാരൻസ് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടീനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾ കൃത്യമായിട്ട് ഉറങ്ങില്ല, പകല് മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാത്രി മുഴുവൻ ഉണർന്നിരിക്കും കുഞ്ഞു കുട്ടികൾ. അപ്പോഴൊക്കെ നമുക്ക് നമ്മളെ കൂടെ പാരൻസ് ഉണ്ടെങ്കിൽ അവർ ആ കുട്ടീനെ നോക്കുക, നമുക്ക് കുറച്ച് കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ തൻവിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ തൻവി ഒറ്റയ്ക്കാണ് ആ കാലമൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ കുട്ടിയുടെ ഒരു സ്ട്രഗിൾ പീരീഡ് ഒക്കെ കടന്നു കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ ഇനി കുറച്ചുകൂടെ ക്ഷമയോടുകൂടെ, അന്നത്തെ പോലെ ഞാൻ വഴക്ക് കൂടേണ്ട ആവശ്യമില്ലല്ലോ, അന്നത്തെ പോലെ ഞാൻ പൊട്ടിത്തെറിക്കില്ലല്ലോ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ ക്ഷമയോടുകൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് ആ കുട്ടി പറഞ്ഞു. പിന്നെ ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു. കാരണം അതിന് മുൻപെടുത്ത എല്ലാ തീരുമാനങ്ങളും, അയാളെ വിവാഹം കഴിക്കുക എന്നുള്ള തീരുമാനം ഒക്കെ ആ കുട്ടി ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെക്കാട്ടിലും അതിനെക്കുറിച്ച് അനുഭവമുള്ള ഒരാളെടുത്ത് അത് ഷെയർ ചെയ്യുന്നത്, ഒരു അഭിപ്രായം ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ലൈഫിലൊക്കെ. ഇപ്പൊ തൻവിയുടെ അമ്മ എന്ന് പറഞ്ഞാലും ഇതേപോലൊരു സ്റ്റേജ്, ഒരു ഡിവോഴ്സ്, വീണ്ടും ഒരു വിവാഹം, ആ സ്റ്റേജൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയായിരിക്കും. അവർ അന്നത്തെ പ്രായത്തിൽ ചെയ്ത കാര്യങ്ങളിലെ പല തെറ്റും ശരിയും അവർക്ക് ഇന്ന് തിരിച്ചറിയാം. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ, മെച്ചേർഡ് ആയി കഴിയുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മകളോട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആ അമ്മ ആ തൻവിയുടെ മേലെ ഒന്നും അടിച്ചേൽപ്പിച്ചില്ല. അവർ പറഞ്ഞു നീ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മോനുള്ളതല്ലേ, പിന്നെ നീ ഒരുപാട് ആഗ്രഹിച്ചു കഴിച്ച വിവാഹമല്ലേ, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ശരിയാവുമോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ തൻവി വീണ്ടും ഈ വിവാഹം ഒന്നുകൂടെ ശരിയാവുമോ എന്ന് മുന്നോട്ട് നോക്കാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഏറ്റവും ഒരു മനോഹരമായ തീരുമാനം നമുക്കതിനെ പറയാം. അവർ നന്നായിട്ട് പോട്ടെ. ഇതൊരു തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് അവർ ശരിയായി പോവും അല്ലെങ്കിൽ ഇനി അവർ ഓക്കെ ആവുന്നൊന്നും അറിയില്ല. എന്നാലും അത് നല്ലൊരു തീരുമാനമായി എന്നേ പറയാനുള്ളൂ. അവർക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ. ഇതുവരെയുള്ള അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ, അവരുടെ ശരികൾ ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് കുറച്ചുകൂടി ഒരു ക്ഷമയോടുകൂടെ, നമ്മൾ ഈ ചില അവസരങ്ങളിൽ അനാവശ്യമായിട്ട് പൊട്ടിത്തെറിക്കുക, ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാലും നമ്മൾ എതിരെ നിൽക്കുന്ന ഒരാൾ നമ്മളോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് അയാളുടെ തിരിച്ച് ക്ഷമയോടുകൂടി ഒരു കാര്യം പറയാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്ക് നമ്മളെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല, അപ്പോൾ അയാളും പൊട്ടിത്തെറിക്കും. അങ്ങനെ അനാവശ്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ക്ഷമയോടുകൂടെ നമ്മളെ ജീവിതം ജീവിക്കുക. അപ്പോൾ ഇത്രയും ഡിവോഴ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല തോന്നുന്നു. പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം, അവർ തമ്മിലുള്ള വഴക്ക്, അത് മാത്രമല്ല എന്ന് പറയാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, നമ്മളെ കയ്യിലൊക്കെ സ്വന്തമായി മൊബൈലുണ്ട്, നമുക്ക് ആരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാം. അപ്പം നമുക്ക് നമ്മൾ വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മളോട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ പൊതുവേ നമ്മൾ മറ്റുള്ള ബന്ധങ്ങൾ പോയി പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ പോയി പെടുന്നു, അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. അതും ഇപ്പോൾ ഒരുപാട് വിവാഹ ബന്ധങ്ങൾ തകർത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ഒരാൾ നമ്മളോട് കുറച്ച് പഞ്ചാര വാക്ക് ഷുഗർ കോട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വെച്ചാൽ അയാൾ ചുമ്മാ അയാളുടെ ഒരു സന്തോഷത്തിനും അയാളുടെ എന്തോ ആവശ്യത്തിനും വേണ്ടി പറയുന്നതാണെന്ന് തിരിച്ചറിയണം. നമ്മൾക്കൊരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ കഴിയുന്നതും അതിൽ നിൽക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വാർത്തയാണല്ലേ വിവാഹം കഴിച്ച യുവതികൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വേറെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, വേറെ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം, കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയെ ഉപേക്ഷിച്ച് ഭർത്താവ് വേറെ ആരുടെയും കൂടെ പോകുന്നു. അതേപോലത്തെ ഇപ്പോഴത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, പണ്ട് കാലത്ത് പ്രേമിച്ച ആളെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഈ ബന്ധം വിട്ടിട്ട് വീണ്ടും ആ
വിവാഹബന്ധത്തിക്ക് പോകുന്നു. ഇപ്പൊ ഈ അടുത്ത് കണ്ണൂരൊരു ഭർത്താവിനെ കൊന്ന ഒരു പൂർവ്വകാമുകന്റെ ഒരു കഥ, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്ത് പങ്കെടുത്തിട്ട് പരിചയപ്പെട്ട ഒരു കാമുകന്റെ കഥയൊക്കെ വളരെ വൈറലായിരുന്നു അല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്ന ഡിവോഴ്സിനെ കുറിച്ചാണെങ്കിലും കേട്ടോ പോയി. അത് പോട്ടെ, ഈ തൻവി സുധീർ ഘോഷിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പെൺകുട്ടിയാണ്. ഇപ്പൊ എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ, പഴയ തെറ്റുകളൊക്കെ തിരുത്തി, പഴയ കാര്യങ്ങളൊക്കെ മറന്ന്, വിഷമങ്ങളൊക്കെ മറന്ന് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. കാരണം അവരെ അത്രയും നല്ല ചിന്തയുള്ള നല്ലൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി.